പിന്നെ എല്ലാ ദിവസവും സ്നാക്സ് ആയിട്ട് മുട്ട പൊരിച്ചതും ഉണ്ടാവില്ലേ. ആ മുട്ട പൊരിച്ച് നമുക്കൊന്ന് മാറ്റിയിട്ട് നല്ലൊരു അടിപൊളി പെരി ടേസ്റ്റിലാക്കി എടുത്താലോ. അങ്ങനെയാകുമ്പോൾ കഴിക്കാനോ നല്ല ടേസ്റ്റാണ്, കാണാൻ നല്ല മൊഞ്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മതിയിട്ട് ഞാനിപ്പോൾ 5 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. 5 പുഴുങ്ങിയ മുട്ട വെച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻ്റ് എല്ലാം കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ മോളും കൂടി വരുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയില്ലേ, മൈദപ്പൊടി, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോർക്ക് കൊണ്ടാകുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ കൈമേൽ പാപ്രിക്ക പൗഡറില്ലേ, അതുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കൈമേൽ അതില്ലാത്തതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയില്ലേ അതാട്ടോ എടുത്തത്. അതുണ്ടെങ്കിൽ അതെന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗാർലിക് പൗഡറില്ലേ, ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ, ഈ പെരി ഒരു ടേസ്റ്റ് വരണ്ടിയിട്ട് ഒറിഗാനോ കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇതാ ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ആദ്യത്തെ ഒരു മിക്സിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്രീം റെഡി. ഈ ഒരു മിക്സിങ് കഴിഞ്ഞിട്ട് ഇത് റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു 2 കോട്ടിങ്ങിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായ പോലെ തോന്നിയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതിലേക്കുള്ള ബാക്കി ഐറ്റംസും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടിയില്ലേ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പെരി മിക്സില്ലേ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ 5 മുട്ട ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ടേനും അതിൻ്റെ നടു കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 5 എണ്ണമാണ് എടുത്തത്. എടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവും കൂടുമല്ലോ, നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ആദ്യം ഇത് മൈദേൻ്റെ മിക്സില്ലേ അതിന്മേലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മൈദയിൽ ആദ്യം ഇത് നല്ല പോലെ കോട്ടാവണം കേട്ടോ. ഈ എല്ലാ മിക്സിലും നല്ലോണം കോട്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്തില്ലേ മുട്ടയല്ലേ പൊട്ടിത്തെറിച്ച് നമ്മളെ മേത്തെല്ലാം പിന്നെ അത് ഒരു വലിയ പണിയായി മാറും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല പോലെ ഞാൻ മൈദയിലിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പെരി മിക്സില്ലേ അതുമേലിട്ടിട്ട് നല്ലോണം വീണ്ടും കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ കൈകിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ കയ്യാലെ ബ്രെഡ് ക്രംസിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ കൈക്ക് വന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും നല്ലപോലെ കോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം പറഞ്ഞ പോലെ 5 മുട്ടയ്ക്ക് ഒരു 10 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നല്ല ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. ഇനി നോമ്പ് തുറക്കുമ്പോൾ മുട്ട ഫ്രൈ ഇങ്ങനെയും കൂടി ചെയ്ത് നോക്കുകയാണെങ്കിൽ സെറ്റ് സാധനമാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും.